26ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ വെള്ളി സ്വന്തമാക്കി ഇന്ത്യൻ താരം സച്ചിൻ യാദവ്. ശനിയാഴ്ച നടന്ന പുരുഷ വിഭാഗം ജാവലിൻ ഫൈനലിൽ 85.16 മീറ്റർ എറിഞ്ഞാണ് സച്ചിൻ വെള്ളി സ്വന്തമാക്കിയത്. സച്ചിന്റെ കരിയറിലെ തന്നെ മികച്ച പ്രകടനമാണിത്. 86.40 മീറ്റർ കണ്ടെത്തിയ പാകിസ്ഥാന്റെ ഒളിമ്പിക് ചാമ്പ്യൻ അർഷാദ് നദീമാണ് ഈ ഇനത്തിൽ സ്വർണം നേടിയത്. 50 വർഷത്തിനിടെ പാകിസ്ഥാൻ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്നത് ഇതാദ്യമാണ്. 2024 പാരീസിൽ 92.97 മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക് റെക്കോർഡ് സ്വന്തമാക്കിയ നദീമിന് 86.72 മീറ്റർ എന്ന ചാമ്പ്യൻഷിപ്പ് റെക്കോർഡ് തകർക്കാൻ കഴിഞ്ഞില്ല. സെപ്റ്റംബറിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള തയ്യാറെടുപ്പിനായി നദീം ഉടൻ ഇംഗ്ലണ്ടിലേക്ക് പോകും. ഇന്ത്യക്ക് വേണ്ടി വെള്ളി നേടിയ സച്ചിൻ തുടക്കത്തിൽ മെഡൽ സാധ്യതയ്ക്ക് പുറത്തായിരുന്നു. അവസാനത്തെ 2 ശ്രമങ്ങളിൽ 83.03 മീറ്ററും 85.16 മീറ്ററും കണ്ടെത്തി വെള്ളി മെഡലിന് അർഹനാകുകയായിരുന്നു. സച്ചിനെ കൂടാതെ 82.57 മീറ്റർ എറിഞ്ഞ യശ്വീർ സിംഗും മികച്ച വ്യക്തിഗത പ്രകടനം പുറത്തെടുത്തു. 5ാം സ്ഥാനത്താണ് യശ്വീറിന് ഫിനിഷ് ചെയ്യാനായത്. എന്നാൽ 2 ഇന്ത്യൻ താരങ്ങൾക്കും ലോക ചാമ്പ്യൻഷിപ്പ് യോഗ്യത നേടാൻ സാധിച്ചില്ല. ഡയമണ്ട് ലീഗ് മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ഇന്ത്യയുടെ മുൻ ഒളിമ്പിക് ചാമ്പ്യൻ നീരജ് ചോപ്ര ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നില്ല. അടുത്തിടെ ദോഹ ഡയമണ്ട് ലീഗിൽ നീരജ് കരിയറിൽ ആദ്യമായി 90 മീറ്റർ മറികടന്നിരുന്നു.